ഇപ്പം ഞാൻ സുദീപിൻ്റെ കാര്യം പറയുന്നത് ഇപ്പം കരിയല്ലേ വർക്ക് ചെയ്ത് കരിയുടെ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. കരി ഞാനന്ന് നാഷണൽ അവാർഡ് ജൂറിയിലുണ്ട്. ജൂറിയിൽ ഉള്ള സമയത്താണ് ഈ കരി ഞങ്ങൾ സെലക്ട് ചെയ്ത പടമാണ് കാണുന്നത്. അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിൻ്റെ ഡയറക്ടർ അറിയില്ല, ആരെയും അറിയില്ല. അങ്ങനെ സംഗീതം ചെയ്തിരുന്നു. സംഗീതം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ വന്നു, IFFKയിൽ കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഓരോ സിനിമകൾ വരുന്നത്. എത്ര പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെന്നല്ല അക്കാദമി. ഇതൊക്കെ മറന്നുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇഷ്യൂ ആയിട്ട് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് വലിയ പ്രശ്നങ്ങൾ. തമ്പുരാൻ സിനിമകൾ എടുത്തില്ല എന്നുള്ളൊരു ഭാഗ്യമായി. അതെ അതൊരു ഭാഗ്യമായി. അല്ല ഞാൻ രഞ്ജി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. പക്ഷെ അത് ഞാൻ അന്നല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞാനും റസാഖൊക്കെ ഈ തമ്പുരാൻ സിനിമകളൊക്കെ എടുക്കുമ്പോൾ രഞ്ജിനെ കുറ്റം പറയുമായിരുന്നു, നീ എന്ത് ഈ കാണിക്കണം. അപ്പം നമ്മളിതിനെക്കുറിച്ചൊരു എന്താ പറയുക, ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ പൊളിറ്റിക്സ് അതിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് ഒക്കെ നമ്മൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അന്ന് അതൊന്നും എനിക്ക് രഞ്ജിനെ അത്ര അടുത്തറിയുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് ഇത്രയും വിമർശനം കേൾക്കുന്നുണ്ടല്ലോ, ഇവനിതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ അകത്ത്. കാരണം വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഹീറോനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്ത് അതിൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ചിന്താഗതിയോ ഒന്നും രഞ്ജിത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് മാത്രമാണ്. ആ ബോക്സ് ഓഫീസ് ഫോർമുലയ്ക്ക് പറ്റുന്ന രീതിയിൽ അന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കുകയും അതിനെ പ്രസന്റ് ചെയ്യുക ചെയ്തത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോങ് ടേം ഇഫക്റ്റിനെ കുറിച്ചുകൂടി ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രൂ അപ്പ് ചെയ്ത് വരുന്ന ഒരു രാഷ്ട്രീയ സാഹിത്യത്തെ കുറിച്ച് ബോധ്യപ്പെടേണ്ട ഒരാളാണ് കലാകാരൻ. അതൊരു പ്രശ്നമുണ്ട് അതിനുണ്ട്. അത് ഞങ്ങൾ സൂചിപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് റസാഖ് നല്ല ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല വാലിബനോടൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നത് ഇത്തരം ചിത്രങ്ങൾ മാത്രമേ മോഹൻലാലിൻ്റെ ആരാധകർ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരതുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. ആ നിലയിലുള്ള ഒരു ആരാധക വൃന്ദം പിന്നാലെ കൂടുന്നു. പിന്നീട് മോഹൻലാലിൻ്റെ ഒരു പരീക്ഷണ ചിത്രം വരുമ്പോൾ അത് ഔട്ട്റൈറ്റായിട്ട് റിജക്റ്റ് ചെയ്യുന്നു. മമ്മൂട്ടിക്ക് ആ പ്രശ്നമില്ല എന്ന് ആര് പറയുന്നു? അതിൻ്റെ വാലിബൻ്റെ പ്രൊഡ്യൂസർ പറയാമല്ലോ. അല്ല, അതിനൊരു കാര്യം സത്യമാണ്. കാരണം വെച്ചാൽ ലാലിനെ കാണുന്ന ഒരു മാസ് ഹീറോ ആയിട്ടാണ്. മമ്മൂട്ടി മാസ് സിനിമകൾ ചെയ്യുമ്പോൾ പോലും മമ്മൂട്ടിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് പണ്ട് മുതലുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ മാസ് ഹീറോ ആകുമ്പോൾ ഈ ഫാൻസുകാരെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രത്യേകിച്ച് ആ സിനിമയുടെ തുടക്കത്തിലേക്ക് അവർ പറഞ്ഞിട്ടില്ല, മറ്റുള്ള ആൾക്കാരും ഫാൻസുകാരും പറഞ്ഞുണ്ടാക്കിയതാണ് ഒരു മാസ് സിനിമയാണ്, ഒരു ഗംഭീര മോഹൻലാലിൻ്റെ ഒരു ആ രീതിയിലുള്ള സിനിമയാണ്. പക്ഷേ ലിജോ അത് ഉദ്ദേശിച്ചിട്ടില്ല. ലിജോ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ, ഇതൊരു മാസ് സിനിമയാണെന്ന് ഒരിക്കലും അദ്ദേഹം പറയുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് വലിയ തെലുങ്ക് സിനിമ പോലെ ഒന്നും കാണരുതേ എന്ന്. വാലിബൻ എന്ന് പറയുന്നു, മലക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറയുമ്പോൾ അല്ല, അതൊരു ടൈറ്റിൽ പോലും അതിൻ്റെ ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.